പരിശുദ്ധ റമദാൻ എടുത്തപ്പോ ബൈത്തു സക്കാത്ത് എന്ന് പറഞ്ഞ് സക്കാത്ത് പിരിക്കാനുള്ള പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീൻ, നിസ്കാരം അവർ നശിപ്പിച്ചു, നോമ്പ് നശിപ്പിച്ചു, അതുപോലെ സക്കാത്ത് നശിപ്പിച്ചു. എല്ലാ അമലുകളും നശിപ്പിച്ച ടീമാണത്, യാതൊരു സംശയവും വേണ്ട. ഞാനിപ്പോൾ അതിവിടെ വിശദീകരിക്കുന്നില്ല. എന്റെ ഈ കയ്യിലുള്ള സക്കാത്തിനെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ്. ഇതിൽ പറയുന്നത് എന്താണ്? ഇതിൽ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം നീതിയല്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി അങ്ങനെ ഒരു മനുഷ്യൻ പണ്ട് പറഞ്ഞിരുന്നു, ഈദിൽ യാ മുഹമ്മദ്, മുഹമ്മദേ നീ നീതി കാണിക്കണം. ഫമാ അദൽത ഫിൽ ഖിസ്മ, നീ നീതി കാണിച്ചിട്ടില്ല എന്നൊരു ചങ്ങാതി പറഞ്ഞിരുന്നു. അവന്റെ പേരാണ് ദുൽഖുവൈസിറത്ത് തമീമി. ആ മനുഷ്യനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, യഖ്റുജു മിൻ ദീദി ഹാദാ അഖ്വാമുൻ, ഇവന്റെ മുതുകിലൂടെ ഒരു സമൂഹം പിന്നീട് പുറത്തു വരും. ആ കക്ഷികളുടെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, അവർ യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ, എറിയപ്പെട്ട ജീവിയെ തുളച്ചു കയറി പുറത്തേക്ക് പോകുന്ന അമ്പ് പോലെ അവർ ദീനിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകുന്നവരാണ്. അവർ ഖുർആൻ ഓതി സംസാരിക്കും, അതേ പക്ഷേ അവർക്കതിൽ വിശ്വാസമില്ല. ലാ യുജാവിസു തറാഖിയഹും, അവരെ തൊണ്ടക്കുഴി വിട്ടുകിടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ടീമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ തലക്ക് വാളുകൊണ്ട് വെട്ടിക്കൊന്നുകളഞ്ഞത്. അവരുടെ വാദം ജമാഅത്ത് ഇസ്ലാമിയുടെ വാദം തന്നെയായിരുന്നു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അത് ഓതിക്കൊണ്ടാണ് അവർ രംഗപ്രവേശം ചെയ്തത്, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു. എന്നിട്ടാണ് അലി റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത മുശ്രിക്കാണ് എന്ന് വാദിച്ചുകൊണ്ട് തലവെട്ടി കൊന്നുകളഞ്ഞത്. ഇതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കക്ഷിയോട് നബി തങ്ങൾ അന്ന് ചോദിച്ചിരുന്നു, എടോ അത് ഖിബ്ത വ ഖസിർത, നീ പരാജയപ്പെട്ടില്ലേ, നീ നഷ്ടപ്പെട്ടു പോയില്ലേ? ഇല്ലം മക്കുൻ അഅദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി കാണിക്കുന്നില്ലെങ്കിൽ വേറെ ആരാണ് ഇവിടെ നീതി കാണിക്കുക? നീ തന്നെ പരാജയപ്പെട്ടില്ലേ അങ്ങനെയാണെങ്കിൽ? എന്നാ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്ക്, സക്കാത്തിനെ സംബന്ധിച്ച് എഴുതിയ ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു 5 ഒട്ടകത്തിന് സക്കാത്ത് കൊടുക്കണം, 30 പശു ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണം. പുതിയ കണ്ടുപിടുത്തം എന്താ അറിയോ? 30 പശു ഒന്നും വേണമെന്നില്ല, 5 പശു ഉണ്ടെങ്കിൽ തന്നെ സക്കാത്ത് കൊടുക്കണം. 5 പശു സങ്കര വർക്കാണെങ്കിൽ, നല്ല പാലൊക്കെ കിട്ടുന്നതാണെങ്കിൽ 5 പശുവിന് സക്കാത്ത് കൊടുക്കണം. അങ്ങനെ പറഞ്ഞാലേ നീതിയാവുള്ളൂ എന്നാ പറയും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നീതിയായില്ല, പുതിയ നീതി പഠിപ്പിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിമാര്. ഇസ്ലാം ആകെ അടിമുടി മാറ്റി ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണ് ഈ ബൈത്തു സക്കാത്ത് ഉണ്ടാക്കിയത്. എന്നിട്ട് അവർ ഇതിൽ തന്നെ എഴുതാണ്, വൽ ആമിലീന അലൈഹ എന്നുണ്ട് ഖുർആനിൽ. ഉദ്യോഗസ്ഥന്മാർ, ജോലിക്കാർക്ക് സക്കാത്ത് എടുക്കാന്നുണ്ട്. അതുകൊണ്ട് മൗലവിമാരെയൊക്കെ ജോലിക്ക് നിർത്തുന്നുണ്ട്. സക്കാത്തിൽ നിന്ന് ഒരംശം നമുക്കെല്ലാം ജോലിക്കാർ എന്ന നിലക്ക് അവർക്ക് എടുക്കാൻ വകുപ്പുണ്ട് എന്നും ഖുർആൻ ഓതിയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ സക്കാത്ത് വാങ്ങി മൗലവിമാർക്ക് ശമ്പളം പറ്റാനുള്ള പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അതിന്റെ പുറമെ അവരുടെ ഓഫീസ് വർക്കിനും അവരുടെ പത്രത്തിനും അവരുടെ മീഡിയക്കുമൊക്കെ സക്കാത്ത് ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് സക്കാത്ത്, ബൈത്തു സക്കാത്ത് എന്ന പേരിൽ സംവിധാനമുണ്ടാക്കി ജനങ്ങളെ ചതിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, ആ ചതിക്കുന്ന സമയത്ത് മുനാഫിഖുകൾ നബിതങ്ങളെ ചതിക്കാൻ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളായ നമ്മൾ ജമാഅത്തുകാരല്ല, നമ്മൾ സുന്നികളാണ്, നമുക്ക് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളോട് വലിയ സ്നേഹവും ബഹുമാനവുമാണ്. ആ പേരക്കുട്ടികളെ തന്നെ ചതിച്ച് അതിൽ കൊണ്ടുപോയി ചാടിക്കാനുള്ള മുനാഫിഖുകളുടെ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മുസ്ലിമീങ്ങൾ ജാഗരൂകരാകണം. അതുപോലെ സയ്യിദന്മാർ ജാഗ്രതയുള്ളവരാകണം, പണ്ഡിതന്മാർ ജാഗ്രതയുള്ളവരാകണം. അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കാൻ ഒരു ജമാഅത്തുകാരനെയും അനുവദിച്ചുകൂടാ. ഇനിയും ഇതിൽ ധാരാളം തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ലൈസ അലൽ മുസ്ലിമി അലാ അബ്ദിഹി വ ഫറസിഹി സദഖ, അതേ ഒരാൾ കുതിരക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല, അടിമക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല, അത് ധനമാണ് എന്ന് എല്ലാവർക്കും അറിയാം, വളരെ മുന്തിയ ധനമാണ്. ഖുർആൻ തന്നെ زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المصفوة. കുതിരയെ വലിയ സ്വത്തായിട്ടാണ് ഖുർആൻ എണ്ണിയത്. കുതിരക്ക് സക്കാത്ത് കൊടുക്കണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇവര് പറയാണ് അങ്ങനൊക്കെ പറഞ്ഞാൽ നീതി ഇല്ലാതെയായി പോകും.
അങ്ങനെ പറഞ്ഞാൽ നീതി ഇല്ലാതെയായിപ്പോ. ഇങ്ങനെ റസൂലുള്ളാഹിക്ക് നീതി പഠിപ്പിക്കാൻ വരികയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലവിമാർ. ഈ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് മുസ്ലിം ഉമ്മത്ത് വളരെ ഗൗരവത്തോടെ അവർ അള്ളാഹുവിന്റെ ദീൻ പൊളിക്കുന്നതിനെ സംബന്ധിച്ച് ഗൗരവത്തോടെ കാണണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മുജാഹിദിന്റെ കോഴിക്കോട് കാരപ്പറമ്പ് യൂണിറ്റ് സക്കാത്ത് പിരിച്ചിട്ട് ആ സക്കാത്ത് അവരെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന ഒരു കൊല്ലത്തെ കണക്ക് അവര് പ്രസിദ്ധീകരിച്ചത് നാദാപുരം ഖണ്ഡന പ്രസംഗത്തിൽ ഞാൻ സ്ക്രീനിൽ വെച്ച് അവരുടെ പുസ്തകം തന്നെ കാണിച്ചിരുന്നു. അതിൽ നിങ്ങൾക്ക് കാണാം, അതിലെ വരവെഴുതിയ രംഗത്ത് എഴുതിയ ഒന്ന് സക്കാത്തിന്റെ ഫണ്ടിലേക്ക് ബാങ്ക് പലിശ വരവ്. അതെങ്ങനെ വന്നതാ? അത് വന്നത് മുതലാളിമാരെ സക്കാത്ത് വാങ്ങിയിട്ട് മൗലവിമാര് ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് അതിന്റെ പലിശ വാങ്ങിയിട്ട് വരുമാനത്തിലേക്ക് കൂട്ടി. ഇങ്ങനെ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിമീങ്ങളെ സക്കാത്ത് പിരിച്ചെടുത്ത് ബാങ്കിലിട്ട് പലിശ വാങ്ങാനും എന്നിട്ട് ഉദ്യോഗാർത്ഥികളായി സ്വന്തത്തിൽ തന്നെ പണം പിടുങ്ങാനുമുള്ള വലിയ ഏർപ്പാടാണ് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ കുറ്റ്യാടിയിൽ വന്നാൽ ഞാൻ കൂടുതലായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. നമ്മളെ മഖബറ കട്ടതും നമ്മളെ പള്ളി കട്ടതും മഖബറ പൊളിച്ചതും അതിൻ്റെയൊക്കെ പുറമെ ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ മുഹമ്മദ് അലി ഹാജി വന്ന് അവിടെ പ്രവർത്തനം നടത്തിയപ്പോ അവിടെയുള്ളൊരു വലിയ മുതലാളി ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് വഖഫായി കൊടുത്തു. ഇപ്പൊ നിങ്ങളൊന്ന് വന്നു നോക്കൂ, ആ എസ്റ്റേറ്റ് അവരെ കയ്യിലുണ്ടോ? എല്ലാം വിറ്റ് കാശാക്കിയിട്ട് കാലം കുറയായി. അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലവിമാർ. അവർക്ക് ദീനില്ല, അള്ളാഹുവിൽ വിശ്വാസമില്ല, അള്ളാഹിന്റെ റസൂലിൽ വിശ്വാസമില്ല, അള്ളാഹിന്റെ റസൂൽ നീതി ചെയ്യൂ എന്നുള്ള വിശ്വാസമില്ല. അവര് സ്വന്തത്തിൽ ഒരു മതം നിർമ്മിക്കുകയാണ്. അവരുടെ കെണിവലയിൽ മുസ്ലിം സമുദായം പെട്ടുപോകരുത് എന്ന് മാത്രം ഈ സമയത്തുണർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനീ സ്ഥാപനങ്ങളെല്ലാം ഉയർത്തി വളർത്തി പുരോഗമിപ്പിച്ച് നിലനിർത്തുകയും നമ്മുടെ പണ്ഡിതന്മാർക്ക് സുന്നത്ത് ജമാഅത്ത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നൽകുമാറാകട്ടെ.